അതിരപ്പള്ളിയിൽ നിന്നും ആനക്കല്ലിലേക്കാണ് നമ്മുടെ യാത്ര. ഈ യാത്ര എന്ന് പറയുന്നത് കൊടും കാട്ടിലൂടെയാണ്. ഏകദേശം 18 കിലോമീറ്ററോളം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമ്മുടെ യാത്ര. നമുക്ക് പോകാനുള്ള വണ്ടിയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ യാത്രയുടെ തുടക്കം. യാത്ര ആദ്യം പ്ലാന്റേഷനുള്ളിലൂടെയാണ്. അധിക ദൂരം എത്തുന്നതിന് മുൻപേ വന്യമൃഗങ്ങളെ കണ്ടു തുടങ്ങും. ആദ്യം കണ്ടത് പുള്ളിമാൻ കൂട്ടത്തെ. പ്ലാന്റേഷൻ മേഖലയിലൂടെ ഏകദേശം 5 കിലോമീറ്ററോളം നമ്മൾ വന്നു കഴിഞ്ഞു. ഇനിയാണ് വനപ്രദേശത്തേക്ക് ശരിക്കും നമ്മൾ കയറുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കൂടുതലും വന്യജീവികളും അതുപോലെ തന്നെ കാടിൻ്റെ ഒരു വന്യതയും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. ഏറെ ദൂരം പോകേണ്ടതില്ല. അധികം വൈകാതെ നമുക്ക് മ്ലാവുകളെ കാണാം. വേനലായതിനാൽ വെള്ളമുള്ള ഇടങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വറ്റാത്ത ചെറിയ നീർച്ചോലകൾ തേടി അവയെത്തുന്നു. ആനക്കൂട്ടത്തെ യാത്രയിൽ ഉറപ്പായും കാണും. ചിലർക്കത് നന്നായി കാണാൻ സാധിക്കും. ചിലപ്പോൾ അവ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കും. കുറച്ചു മുമ്പാണ് നമ്മൾ അവിടെ ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. ആനക്കൂട്ടത്തെ കണ്ട് നമ്മൾ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. കാട്ടുപാതയിലൂടെയുള്ള യാത്ര അത്ര എളുപ്പമല്ല. വനംവകുപ്പിന്റെ 4 വീൽ ഡ്രൈവ് വാഹനത്തിൽ മാത്രമാണ് സഞ്ചരിക്കാൻ കഴിയൂ. മലയണ്ണാനെയും കാട്ടുപോത്തിനെയും മയിലിനെയും പലതരം കിളികളെയും കണ്ട് ഒരു യാത്ര. അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാലാണ് ബുക്കിംഗ് നടത്താൻ സാധിക്കുക. ഒരാൾക്ക് 2500 രൂപ എന്ന നിരക്കിലോ ജീപ്പിന് 6 പേർക്ക് 10,000 രൂപ എന്ന നിരക്കിലോ സഫാരിയിൽ പങ്കെടുക്കാം. 4 മണിക്കൂർ ദൈർഘ്യമുള്ള 4 ട്രിപ്പുകളാണ് ഒരു ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ യാത്രയുടെ ഏകദേശം ഒരു പകുതി ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. കാട്ടിലൂടെയുള്ള മനോഹരമായ യാത്ര. അതിനിടയിൽ പുള്ളിമാനും മലയണ്ണാനും ആനക്കൂട്ടവും എല്ലാം തന്നെ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം, മനോഹരമായ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്താണ്. സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ മറുകരയിലാണ് ഇറങ്ങി ഈ വെള്ളച്ചാട്ടം കാണാനും മറ്റുമായി എത്താറുള്ളത്. ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ സാധാരണ കാണുന്നത് ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളതിൻ്റെ എൻട്രൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതുവഴിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഇതുവരെ അതിരപ്പള്ളി എറണാകുളം ജില്ലയിൽ അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. നമ്മൾ മറുകര തൃശ്ശൂർ ജില്ല, ഈ നിൽക്കുന്നത് എറണാകുളം ജില്ല. അങ്ങനെ 2 ജില്ലകളുടെ നടുക്കായാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി താഴേക്ക് ഇറങ്ങുന്നത്. നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തണമെങ്കിൽ കുറച്ചധികം നമ്മൾ ബുദ്ധിമുട്ടണം. ഇവിടെ വനംവകുപ്പ് റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലെ പിടിച്ചൊക്കെ അതിസാഹസികമായി വേണം ഇങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. ഒരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും വേണമെങ്കിൽ ഈ ഒരു ട്രക്കിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം അത്ര എളുപ്പമല്ല ഇതിലൂടെ പിടിച്ച് ഇറങ്ങുക എന്ന് പറയുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് ചെങ്കുത്തായ ഇറക്കത്തിന് ശേഷം അതിമനോഹരമായ കാഴ്ച. ദൃശ്യഭംഗി നമുക്ക് വേറെ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിരപ്പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മറുകരയിലാണ് കാണുക. ഈ വെള്ളച്ചാട്ടം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ആ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ വെള്ളത്തിൻ്റെ ശീതനടിച്ച് നല്ല തണുപ്പാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം അപ്പുറത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ എന്നും കരുതിയിട്ടുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടിയിലൊന്ന് വന്നിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. ആ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വനംവകുപ്പിൻ്റെ ഈ ജംഗിൾ സഫാരിയിലൂടെ സാധ്യമാകുന്നത്. എന്തായാലും ഇത്രയും മികച്ചൊരു എക്സ്പീരിയൻസ് വനംവകുപ്പിന് മാത്രമേ നമുക്ക് ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സാധാരണ ആളുകൾക്ക് ഇവിടെ വന്നു പോകാനായി കഴിയില്ല. എന്തായാലും ആ ദൃശ്യഭംഗിയും ആസ്വദിക്കാനും അതിനോടൊപ്പം തന്നെ അത് അനുഭവിച്ചറിയാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വനംവകുപ്പ്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.